14ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമുക്ക് എഴുതാം. ആദ്യം ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ലോഡ് വ്യത്യാസമുണ്ട്, ഡയമീറ്റർ വ്യത്യാസമുണ്ട്, അല്ല ഏരിയ വ്യത്യാസമുണ്ട്, ലെങ്ത് വ്യത്യാസമുണ്ട്. നമുക്ക് ഓൺലി കോൺസ്റ്റന്റ് ഏതാണ്? യങ്സ് മോഡുലസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1/E ഇൻറ്റു P1 വ്യത്യാസമുണ്ട്, L1 വ്യത്യാസമുണ്ട്, A1 വ്യത്യാസമുണ്ട്, പ്ലസ് P2 L2 ബൈ A2, ശരിയല്ലേ? പ്ലസ് P3 L3 ബൈ A3. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഇത് യങ്സ് മോഡുലസ് 1/E എന്ന് പറഞ്ഞാൽ അവർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 2 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഇൻറ്റു P1 L1 തന്നിട്ടുണ്ട് 1500 ഡിവൈഡഡ് ബൈ P1 L1 ബൈ A1 അവർ മില്ലിമീറ്റർ സ്ക്വയറിൽ തന്നെ തന്നേക്കണം. അപ്പൊ നമുക്കൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് 900 അങ്ങ് എഴുതിയാൽ മതി. പ്ലസ് P2 L2 എത്രയാണ്? 1000 തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ A2 എത്രയാണ്? 400, പ്ലസ് P3 L3 എത്രയാണ്? 750 ഡിവൈഡഡ് ബൈ A3 എത്രയാണ്? 625. അപ്പൊ നമുക്ക് ഇത് എത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡെൽറ്റ എൽ കിട്ടും. അതാണ് ഡിറ്റർമിൻ ദ ടോട്ടൽ ഇലോങ്ങേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? P1 P2 P3 കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് P1 P2 P3. അപ്പൊ ആദ്യം ഞാൻ എടുക്കുന്നതിന് AB സെക്ഷൻ എടുക്കുന്നു. AB എന്നുള്ള സെക്ഷൻ എടുത്തു. അപ്പൊ AB സെക്ഷനിൽ നോക്കുക, ഇങ്ങനെ ഒരു ലൈൻ ഞാൻ വരച്ചു. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ എന്താണ്? 120 ന്യൂട്ടൺ ആണ് പടത്തിൽ തന്നേക്കണം, 120 കിലോ ന്യൂട്ടൺ. അപ്പൊ 120 കിലോ ന്യൂട്ടൺ ആയിരിക്കും P1, ശരിയല്ലേ? ഇനി റൈറ്റ് നോക്കിയാണ് ഒരു 50 വെളിയിലോട്ട് പോകണം, കണ്ട? +50, ഒരു -150 അകത്തോട്ട് വരണം. ആരോ അകത്തോട്ട് വരണമെങ്കിൽ AB സംബന്ധിച്ചിടത്തോളം ഈ AB വരയ്ക്കുമ്പോൾ അകത്തോട്ട് വരണമെങ്കിൽ എന്താണ്? മൈനസ് ആണ്. +220 വെളിയിലോട്ട് പോകണം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നോക്കിയാണ് 220 -150 +50 ചെയ്യുമ്പോൾ എത്ര വരും? 128. ഓക്കെ. സിമിലർലി ഏറ്റവും ലാസ്റ്റ് ഉള്ളത് രണ്ടാമത് ചെയ്യുക. ലാസ്റ്റ് ഉള്ളത് കാണുമ്പോൾ തന്നെ അറിയാലോ CD എത്രയാണ്? CD എടുത്ത് നോക്കുകയാണെങ്കിൽ 220 ആണ്. അപ്പം ഉറപ്പായിട്ട് 220 ആയിരിക്കും നമ്മുടെ P3 വാല്യൂ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി. അത് ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക്? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കി, 150 വെളിയിലോട്ട് പോകണം, +150, 220 50 അകത്തോട്ട് വരണം, അപ്പോൾ -50, അടുത്തത് 120 വെളിയിലോട്ട് പോകണം, അപ്പം +120. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്ര വരും? 220 വരും. അപ്പൊ ഇതാണ് P3യുടെ വാല്യൂ. അപ്പൊ P3യുടെ വാല്യൂ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, P1ന്റെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്ത നമുക്ക് BC എടുക്കാം. BC എടുക്കുകയാണെങ്കിൽ BCയിൽ എത്രയാണ്? ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 150 അകത്തോട്ട് വരണം. ഇവിടെ -150 ചെയ്താൽ അകത്തോട്ട് വരണമുണ്ട്. അടുത്ത 220 വെളിയിലോട്ട് പോകണം, +220. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 220 150 പോയാൽ 70, അല്ലേ? +70 കിട്ടും. സിമിലർലി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം, -50 +120, രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 70 വരും. അപ്പൊ P2ന്റെ വാല്യൂ എത്രയാണ്? 70. അതെടുത്ത് നമ്മൾ ഇത് ഇവിടെ കൊണ്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ?